ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് 3 ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് നമുക്ക് സിംപ്ലസ്റ്റ് സ്റ്റിച്ച് ആണെങ്കിൽ കൂടെ ഇച്ചിരി പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാം പറയുകയാണെങ്കിൽ പിന്നും വന്നു കേസ്, എല്ലാം പറയുകയായിട്ട് പിന്നും വന്നു. നൂലെടുക്കുന്നതും സൂചി കോർക്കുന്നതും എല്ലാം നമ്മൾ സെപ്പറേറ്റായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് ഞാനത് വിടുകയാണ് കേസ്. പിന്നെ നമ്മളിതാ സൂചി നൂലിൽ കോർത്തത്. അപ്പോൾ ഇതാ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ നിന്ന് നൂല് സൂചി മുകളിലേക്ക് എടുത്ത ശേഷം എന്താ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. ചെയ്ത ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത് അവിടെയാണ് നിർത്തി താഴത്തേക്ക് താഴ്ത്തത്. അവിടെ നിന്ന് വേണം രണ്ടാമത്തെ സ്റ്റിച്ച് തുടങ്ങാനായിട്ട്. കണ്ടോ, അതുപോലെ ചെയ്തെടുക്കണം. ശ്രദ്ധിച്ച് നോക്കിക്കോ. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് സംഭവം, പക്ഷേ ചെയ്യുന്നത് ബാക്കിലോട്ടാണ് ചെയ്യുന്നത്. അതും ഗ്യാപ്പ് വിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് റെക്കോർഡഡ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യം മറന്നു പോകാതിരിക്കും. നമ്മളെപ്പോഴും നമ്മളൊരു നോട്ട് തയ്യാറാക്കിയതിന് നിങ്ങളിപ്പോൾ നോട്ട് തയ്യാറാക്കാൻ ബുക്കിലാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതിനേക്കാളും എളുപ്പം നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഫാബ്രിക്കിൽ തന്നെ നോട്ട് പ്രിപ്പയർഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം അതാ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് റെക്കോർഡ് ഫയലാണുള്ളത്. പിന്നെ നമുക്ക് ഈ സ്റ്റിച്ചസ് കൊണ്ട് തന്നെ ഈ കാർട്ടൂൺസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ ഡിസൈൻസോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്തുതരാം. ഞാൻ ഒരു വർക്കിംഗ് വുമൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ടൈം കിട്ടാറില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് എന്തായാലും ഒരു 24 മണിക്കൂറിനുള്ളിൽ കുറച്ച് നേരം എനിക്കതിന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വോയിസ് റെക്കോർഡ് ചെയ്തിടാൻ ഇച്ചിരി പാടായിട്ടുണ്ട്. കാരണം തൊണ്ട ഒട്ടും സുഖമില്ല, അതുകൊണ്ടാണ് ഇത്രയും ലാഗ് അടിക്കുന്നതും റിപ്പീറ്റഡായി വരുന്നതും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാനും നല്ല പാടൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വേണ്ടതുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ എന്നൊരു മോട്ടിവേഷനാണ്, വ്യൂവർ എന്ന രീതിയിൽ നിങ്ങൾ തരുന്നൊരു സംഭാവന മാത്രമാണ് കേട്ടോ. അപ്പം എൻ്റെ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവരും പഠിക്കട്ടെ. നമുക്കിപ്പോൾ ഒരു വരുമാനം ഏത് ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു പെൺകുട്ടിയായിരിക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ എപ്പോഴും നമ്മൾ കരുതിയിരിക്കുക. നമ്മുടെ കയ്യിലാണ്. നമ്മുടെ വർക്കോ നമുക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വിമൻസിന് പുറത്തു പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ കാണില്ലേ, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും കണ്ടിട്ട് അവർക്കിത് പഠിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരും പോയി പഠിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്കിത് വലിയൊരു ഉപകാരമായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അവർക്കൂടെ കാണിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും തീരുമാനിക്കുക. നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടോ ഇത് പറ്റത്തില്ല എന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല എന്നാണ്. പക്ഷെ നമുക്ക് പറ്റും, നമുക്ക് പഠിച്ചെടുക്കണം, നമുക്ക് എവിടെയെങ്കിലും എത്തണം, നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് പറ്റും. അത് ഞാൻ ഉറപ്പ്, എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത് ഒരിക്കലും പറ്റത്തില്ല എന്നാണ്. പക്ഷെ പറ്റും, എനിക്ക് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോസ് ഉപയോഗിക്കുക. നിങ്ങൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക മാക്സിമം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്